എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയ ചാനലാണ് ഫുട്ബോൾ സ്പാർക്ക് 2.0 എന്ന രീതിയിൽ. നമ്മൾക്ക് ഫുട്ബോൾ സ്പാർക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് റിമൂവ് ആയി പോയി. അപ്പൊ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിരിക്കാണ് 2.0 പറഞ്ഞിട്ട്. അതിൽ 175 സബ്സ്ക്രൈബർ ആയിരുന്നു ഫുട്ബോൾ സ്പാർക്കില്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യം തന്നെ 200 സബ്സ്ക്രൈബർ ആണ്. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൊണാൾഡോ ഈസ് ബാക്ക്. ഇന്നലെ 2 ഗോൾ സ്കോർ ചെയ്തതിനു ശേഷം അണ്ണന്റെ വേൾഡ് കപ്പിലേക്ക് വരവ് അറിയിച്ചു. അപ്പൊ ഇത്ര ഹേറ്റേഴ്സിന്റെ വായടുപ്പിച്ചിട്ടാണ് ഇന്നലെ അണ്ണൻ കൊടുത്തത്. ഇന്നലെ എല്ലാരും അണ്ണാക്കിലിട്ടാണ് കൊടുത്തത്. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു മെസ്സി ഫാനാണ്, എനിക്ക് അർജന്റീന ഇഷ്ടം. പക്ഷെ ഇന്നലെ റൊണാൾഡോ ഗോൾ സ്കോർ ഹാപ്പി ആയിരുന്നു. കാരണം ഇന്നലെ ആൾക്ക് 4 ഗോൾ സ്കോർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ ന്യൂനോ മെൻഡസിന്റെ ഹാട്രിക്ക് ഗോള്, ഫ്രീ കിക്ക് ഗോള്, ഞാൻ വിചാരിച്ചത് അത് റൊണാൾഡോ എടുക്കുന്നതാണ്. പക്ഷെ അത് റൊണാൾഡോ എടുത്ത കൃത്യം ഗോളായേനെ. പക്ഷെ ആളെടുത്തു, മെൻഡസ് എടുത്തു, ബ്രില്യന്റ് ഗോളായിരുന്നു. അതുപോലെ തന്നെ റൊണാൾഡോന്റെ മനസ്സിത്വം, നമ്മൾ കഴിഞ്ഞ മാച്ചിൽ എത്ര ആൾക്കാർ കളിയാക്കി, ആൾക്ക് ബോള് കിട്ടണില്ല, ടീമേറ്റ് അവഗണിക്കാണ്. ജാവനോസ് വന്നിട്ട് റൊണാൾഡോ ഒരു പ്ലെയർ മാത്രമാണ്, അല്ലെങ്കിൽ വലിയ പ്ലെയർ ഒന്നുമല്ല, ഒരു ജസ്റ്റ് അനദർ പ്ലെയർ എന്ന രീതിയിൽ പറഞ്ഞു. അതോട് കോൺസിസ് അവന്റെ വാക്കുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ട് എല്ലാരും റൊണാൾഡോ ക്രിറ്റിസൈസ് ചെയ്യായിരുന്നു. റൊണാൾഡോ എങ്ങനെയാണ്, റൊണാൾഡോക്ക് വയസ്സായി, ആള് ലീവ് ചെയ്യണം. ഇപ്പോ മാച്ചില് കഴിഞ്ഞ ആൾക്കാർ ഡിസ്കസ് ചെയ്യുമ്പോൾ 41 വയസ്സായി. ഇപ്പൊ 41 വയസ്സുകാരനാണ് 6 വേൾഡ് കപ്പില് ഡിഫറെന്റ് ഗോൾ സ്കോറിന് റെക്കോർഡ് ഇട്ടത്. ആള് കളിച്ച 6 ഡിഫറെന്റ് വേൾഡ് കപ്പില് ആള് ഗോൾ സ്കോർ ഉണ്ട്. 41 വയസ്സായി ആൾക്ക്. അങ്ങനത്തെ ഒരു പ്ലെയറിനെ നിങ്ങള് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇതില് ഞാൻ പറയാ, ഇപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ മെസ്സി ആയിരിക്കും. കാരണം അവരുടെ മെസ്സി റൊണാൾഡോ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട്. മെസ്സി 5 ഗോൾ സ്കോർ ചെയ്തു 2 മത്സരത്തില്. ആളുടെ ഇന്ന് പിറന്നാളാണ് മെസ്സിയുടെ. അതുപോലെ തന്നെ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തു, ഹാലൻഡ് ഗോൾ സ്കോർ ചെയ്തു. ഇതിപ്പോ റൊണാൾഡോ ടൈമാണ്. ഇപ്പൊ ആള് ഗോൾ സ്കോർ ചെയ്തു, 2 ഗോൾ സ്കോർ ചെയ്തു. നല്ല ഹാട്രിക് അടിക്കണം നല്ല സാധ്യത ഉണ്ടായിരുന്നു റൊണാൾഡോ സംബന്ധിച്ചോളം. പക്ഷെ ഇന്നലെ ഓവറോൾ നോക്കുമ്പോ പോർച്ചുഗീസിന്റെ ഭാഗത്തുനിന്ന് ഓവറോൾ ഒരു ടീം ഗെയിം ഒക്കെ കാണാൻ സാധിച്ചു. അപ്പൊ എല്ലാരും പറയുന്നത് ബ്രൂണോക്ക് റൊണാൾഡോ ആയിട്ട് പ്രശ്നമുണ്ട് എന്ന്. റൊണാൾഡോന്റെ രണ്ടാമത്തെ ഗോള് വരുന്നത് എങ്ങനെയാ, ബ്രൂണോന്റെ അസിസ്റ്റ് എന്നാണ്, ഫെർണാണ്ടസിന്റെ അസിസ്റ്റ് എന്നാണ് റൊണാൾഡോന്റെ 2 ഗോള് വരുന്നത്. ഫ്രീ കിക്ക് എടുക്കുമ്പോ അവർ രണ്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ആരെടുക്കണം, എങ്ങനെ എടുക്കണം എന്ന്. ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങള് ഫെർണാണ്ടസും റൊണാൾഡോയും തമ്മിൽ അടിയാണ്. അല്ലെങ്കിൽ പോർച്ചുഗീസ് ടീം റൊണാൾഡോനെ ഒറ്റയ്ക്ക് എടുത്തി. അത് പോർച്ചുഗീസിൽ ഏറ്റവും കൂടുതൽ ഗോള് വരാൻ ഭാഗത്ത് റൊണാൾഡോ ആണ്. കീ പ്ലെയർ ആണ് റൊണാൾഡോ പോർച്ചുഗീസിന്റെ. അപ്പോൾ നാളെ തുടക്കമാണ്, ഒരു ടീം ഗെയിമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് റൊണാൾഡോന്റെ ഭാഗത്ത് ഞാൻ പറയച്ച ആള് 41 വയസ്സായെന്ന ആളുടെ കളി കണ്ടാ തോന്നില്ല. അത് എന്തൊക്കെയാണ് ശ്രമിക്കുന്ന ആള് ബോള് വരുമ്പോ എയർന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മത്സരശേഷം ആളെന്നെ പറയണ്ട ഐ ആം ബാക്ക് അല്ല, ആള് തിരിച്ചെത്തി. ആൾക്ക് തിരിച്ചെത്തി ആളെന്നെ തോന്നി. ഇനി അടുത്ത മാച്ച് കൊളംബിയ ആയിട്ടാണ്. റൊണാൾഡോ പോർച്ചുഗലിന് ചിലപ്പോ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് മാച്ചാണ്. കാരണം ഇപ്പോ കൊളംബിയ ഓൾറെഡി ക്വാളിഫൈ ചെയ്തു. ഇനി വേണമെങ്കിൽ ഒരു പൊസിഷൻ തർക്കം ഒക്കെ വേണമെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് പോർച്ചുഗീസ് അല്ലെങ്കിൽ പൊസിഷൻ മാറാം. ഓൾറെഡി കൊളംബിയ ക്വാളിഫൈ ചെയ്തെങ്കിലും ഇത് പൊസിഷൻ മാറാൻ സാധ്യതയും അവരുടെ ഒരു ഇതുണ്ട്. അപ്പൊ അടുത്ത മാച്ചിലും ഇത് ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പൊ അടുത്ത മാച്ചിലും റൊണാൾഡോ കൊളംബിയായിട്ട് മാച്ച്, അതാണ് പോർച്ചുഗീസ് നേരിടുന്ന ഏറ്റവും ടഫ് മാച്ച് പറയാച്ച ഈ ഗ്രൂപ്പ് സ്റ്റേജില്. അവിടെ റൊണാൾഡോ ഗോൾ സ്കോർ ചെയ്തിട്ട് അവിടെ ആള് തെളിയിക്കണം. ആൾക്ക് 41 വയസ്സായി എന്ന് തോന്നുന്നു. ആൾക്ക് 41 വയസ്സായി. ഇന്ന് ആളുടെ കൂട്ടുകാരന്റെ മെസ്സിയുടെ 39ാം പിറന്നാളാണ്. അതിൽ തന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആളിപ്പോ ഇപ്പൊ ടോപ്പ് സ്കോറിൽ ആള് തിരിച്ചെത്തും. 5 ഗോൾ, വെറും 3 ഗോൾ ഡിഫറെന്റ് ആണുള്ളൂ മെസ്സിയായിട്ട് കമ്പയർ ചെയ്യുമ്പോ. 3 ഗോൾ ഡിഫറെന്റ്. ഇനി അടുത്ത് കൊളംബിയ ആയിട്ടാണ്. അപ്പൊ റൊണാൾഡോ പോർച്ചുഗൽ തിരിച്ചെത്തും, റൊണാൾഡോ തിരിച്ചെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഓവറോൾ നോക്കുമ്പോ നല്ല മാച്ചായിരുന്നു റൊണാൾഡോ സംബന്ധിച്ചോളം. പോർച്ചുഗലിനെ സംബന്ധിച്ചോളം അവരുടെ ടീം ഗെയിം ആയിട്ട് കളിക്കുന്നു. അതായത് ഒരാളെ അവോയ്ഡ് ചെയ്യാതെ റൊണാൾഡോനെ മാറ്റി നിർത്താതൊന്നുമില്ല. എല്ലാരും റൊണാൾഡോക്ക് ബോൾ ഒന്ന് കഴിഞ്ഞ മാച്ചിനെ കൂടുതൽ
റൊണാൾഡോക്ക് പന്ത് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു പ്ലേയേഴ്സ്. അപ്പൊ ഫസ്റ്റിൽ തന്നെ ഒരു ന്യൂനോ മെൻഡസിന്റെ ഒരു നല്ല ക്രോസ് ഉണ്ടായിരുന്നു റൊണാൾഡോക്ക് സംബന്ധിച്ചോളം. ആള് സ്ലൈഡ് ചെയ്തെങ്കിലും അത് ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ 1-2 ക്രോസ്, അത് നല്ലൊരു ബോൾ സപ്ലൈയും കഴിഞ്ഞ മാച്ചിലായിട്ടും ഈ മാച്ചിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ബോൾ സപ്ലൈയിങ് ഉണ്ടായിരുന്നു റൊണാൾഡോയിലേക്ക്. മറ്റ് പ്ലേയേഴ്സിൽ റൊണാൾഡോയിലേക്ക് നല്ല ബോൾ സപ്ലൈയിങ് ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു കോമ്പിനേഷൻ പ്ലേ ഒക്കെ പോർച്ചുഗീസിന്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു. ഇതേ ഒരു ടീം ഗെയിം, ഇതേ ഒരു മെന്റാലിറ്റി റൊണാൾഡോ ഇസ് എ കീ പ്ലെയർ. അത് മനസ്സിലാക്കണം എല്ലാരും. ഇപ്പൊ നിങ്ങൾ എന്തെത്ര വിമർശിച്ചാലും ആള് ഒരു മാച്ച് ഡൗൺ അയച്ചിട്ട് ആള് അടുത്ത മാച്ച് തിരിച്ചു വരും. അതാണ് ആളുടെ മെന്റാലിറ്റി ഉള്ള പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു മെസ്സിയെക്കാട്ടിലും കൂടുതൽ മെന്റാലിറ്റി ഉള്ള പ്ലെയറാണ് റൊണാൾഡോ. ആളെ എന്ത് കളിയാക്കി ആള് അതിൽ തിരിച്ചൊന്ന് ഓവർകം ചെയ്യുന്ന പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പൊ ഒരു നല്ല ടീം ഗെയിം പ്ലേ ചെയ്യുന്നു. പിന്നെ റാഫേലിയാവ് ഗോൾ സ്കോർ ചെയ്തു. പിന്നെ ഒരു ഓൺ ഗോൾ വരുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. ഉസ്ബെക്കിസ്ഥാൻ ആകെ ഒരു ഗോൾ സ്കോർ ചെയ്തു, പക്ഷെ അത് ഓഫ് സൈഡ് ആയിരുന്നു. ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. ഉസ്ബെക്കിസ്ഥാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ 6-5 ഒരു ബ്രില്യന്റ് വിക്ടറി. അണ്ണന്റെ 2 ഗോള് രീതിയിലേക്ക് അണ്ണനുണ്ട് മാൻ ഓഫ് ദ മാച്ച്. നോക്കിയില്ല, അണ്ണനുണ്ട് മാൻ ഓഫ് ദ മാച്ച്. ഒരു നല്ല സ്റ്റാർട്ട് റൊണാൾഡോക്ക്. അടുത്ത മാച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, കൊളംബിയായിട്ടുള്ള മാച്ച്. അതിലും റൊണാൾഡോ ഗോൾ സ്കോർ ചെയ്തിട്ടാണ് നിൽക്കുന്നു. അപ്പോ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പുതിയ വീഡിയോ ആണ്, ചാനലാണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഈ വീഡിയോയില് ഇമ്പ്രൂവ്മെന്റ് വരുത്താണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോ ഈ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത മിനിറ്റ് കാണാം.